അന്ന് അച്ഛൻ്റെ കൂടെ ജയറാം വീട്ടിൽ വരുമ്പോൾ ഞാൻ അവിടെ ഉണ്ട്. അപ്പം വന്നു കഴിഞ്ഞ് ജയറാം സാർ അന്ന് സിനിമയിലൊന്നുമില്ല. ആ സമയത്ത് ഇങ്ങനെ മിമിക്രി ആർട്ടിസ്റ്റായിട്ട് നടക്കണം. അപ്പോൾ നമ്മുടെ ഫാക്ടറിയിൽ കുറേ പ്രോഗ്രാം ആ സമയത്ത് നമുക്കറിയാമല്ലോ. അന്ന് നമ്മൾ റോയൽ ലൈഫിൽ ജീവിക്കുമ്പോൾ എപ്പോഴും പ്രോഗ്രാം നമുക്കതുമല്ല FSAയ്ക്കും ഈ മറ്റേ അസോസിയേഷനൊക്കെ നല്ല കാശ് കിട്ടുന്നൊരു സംഭവം. ആ സമയത്ത് നമുക്ക് ഓരോ പ്രോഗ്രാം നടക്കും. അത് നമ്മൾ കാണാത്ത ഈ പറഞ്ഞ പോലെ കോയമ്പത്തൂർ ഗാനമേള വരെ നമ്മളവിടെ നടത്തി കൊണ്ടുവന്നിട്ടുണ്ട്, ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ഈ വന്നപ്പം അന്ന് ഈ ജയറാം നമ്മൾ മിമിക്രിയിൽ ഈ മിമിക്സ് പരേഡ് മിമിക്രിയിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ, സിനിമയിലൊന്നും ഒന്നും കണ്ടിട്ട് പോലുമില്ല. പക്ഷെ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു. അതെല്ലാം കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ എല്ലാ ഫിലിം ഫെസ്റ്റിവലും നടത്തും എല്ലാ വർഷവും. അപ്പോൾ നമുക്ക് ഗസ്റ്റായിട്ട് പലരും വിളിക്കുമായിരുന്നു. ആ സമയത്താണ് ജയറാം സാറ് അദ്ദേഹം കല്യാണം കഴിക്കുന്നത്. ആരെ? പാർവതിനെ കല്യാണം കഴിച്ച് ഈ പ്രോഗ്രാമിന് വരുന്നതിന് മുമ്പേ അദ്ദേഹത്തിന് അന്ന് മുണ്ടുനീരോ എന്തോ വന്നിട്ട് വരാൻ പറ്റില്ലെന്നാണ് വിചാരിച്ചു. പക്ഷേ പുള്ളി അദ്ദേഹം അവിടെ ഒരു കാര്യം പറഞ്ഞു. ഞങ്ങൾ അതും കഴിഞ്ഞ് രണ്ടുപേരും കൂടി ഇനോഗ്രേഷൻ വന്ന് നമ്മുടെ പരിപാടി ഭയങ്കര ഗംഭീരമായിട്ട് ആ ഇനോഗ്രേഷൻ നടന്നു. ഭയങ്കര തിരക്കും ഇവർ വരുന്നത് എന്ന് വെച്ചാൽ രണ്ടന്ന് കല്യാണം കഴിച്ച ടൈം. ഇതിപ്പോൾ എനിക്കറിയുന്ന പോലെ തന്നെ എല്ലാവർക്കും ഒരു അറിയാം, അറിയാത്തവരും ഉണ്ട്. ആ കല്യാണം കഴിച്ച ആ ഒരു പരിപാടിക്ക് നമ്മൾ ഇവരെ രണ്ടുപേരും കാണാൻ വേണ്ടി എന്നെ ഐഡിയ. അപ്പോൾ ഇവരുടെ ഫിലിമിലൊക്കെ കയറി രണ്ടുപേരും ഫിലിമിൽ നല്ല അഭിനയിച്ച് നല്ല പൊസിഷനിൽ നിൽക്കുന്ന സമയം ഈ സമയത്ത് അദ്ദേഹത്തിനൊരു വഴി അദ്ദേഹം ഒരു കാര്യം പറഞ്ഞത് ഞാൻ ശ്രദ്ധിക്കുക. അതാണ് ഞാൻ വന്ന വഴി മറക്കരുതെന്ന് പറയണമെങ്കിൽ ആ ഒരു തിയറി ഞാൻ ഉൾക്കൊള്ളുന്നുണ്ട്. വന്ന വഴി മറക്കരുത്. അദ്ദേഹം പറഞ്ഞൊരു ഡയലോഗുണ്ട്. ഡയലോഗ് വെച്ചാൽ സത്യം. ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ അന്ന് നമുക്ക് വെച്ചാൽ തിയേറ്ററിൻ്റെ സ്ക്രീനൊക്കെ പൊക്കി വെച്ചാൽ സ്റ്റേജാണ്. ഈ സ്റ്റേജിൽ നിന്നുകൊണ്ട് ഇവർ രണ്ടുപേരോടും വന്ന് കല്യാണം കഴിഞ്ഞ് ആദ്യം ഈ ഒരു പരിപാടിക്ക് അന്നത്തെ സുഖമില്ലാതിരുന്നിട്ട് എന്താ മഞ്ഞപ്പിത്തോ അല്ല മഞ്ഞപ്പിത്തല്ല വേറെ എന്തോ ആയിരുന്നു, എനിക്ക് കറക്റ്റായിട്ടല്ല, എന്നാലും സുഖമില്ലാതിരുന്നു. എന്നാലും ഇവർ വന്നിട്ട് എന്താ പറഞ്ഞതെന്നറിയോ? ഞാൻ ഈ FACT മണ്ണിൽ നിന്ന് കുറേ അന്നം തന്നിട്ടുണ്ടെന്ന്, ഇഷ്ടമാതിരി പ്രോഗ്രാമിന് ഇവിടെ വന്നിട്ടുണ്ടെന്ന്, അതുകൊണ്ട് എനിക്ക് ഈ സ്റ്റേജ് പുതിയതല്ല. അപ്പം നമ്മളെയൊക്കെ ഉൾക്കൊള്ളുന്നത്. അപ്പം ഞാൻ പറഞ്ഞില്ല, നമ്മൾ കുറേ പഠിക്കാത്ത സാധനം അവിടെ നിന്ന് പഠിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് എന്താ ഒരു അല്ലേ തന്നെ അവിടെ ഇത്തിരി പൈസ കിട്ടി അഹങ്കാരവും കൂടും വെച്ച് നടക്കുന്ന ആൾക്കാരാണ്. ആ മനുഷ്യൻ അത്രയും പൊസിഷനിൽ നിന്നിട്ട് പോലും ആ വന്ന വഴി മറന്നില്ല. അതാണ് നമ്മളിൽ അതാണ് ഇപ്പം നമ്മളെല്ലാം കൂടി എന്ന് വർത്താനം പറയാൻ. വന്ന വഴി മറക്കുക.